ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഈ തന്നിരിക്കുന്ന വലിയ ഒരു അവസരത്തിനായി സ്തോത്രം. ഈ കൂട്ടായ്മയെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടും. ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നല്ല, മറിച്ച് ഈ ജീവിതം കർത്താവിന് ഏറ്റവും പ്രസാദമുള്ള ഒരു യാഗമായിരിക്കണം. നാം സ്വർഗത്തിൽ പ്രതിഫലമുള്ളവരായി മാറണം എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. അതിനായിട്ട് തന്നെ കർത്താവ് തൻ്റെ ഹിതത്തെ, തൻ്റെ ആലോചനകളെ ദൈവ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ ഈ കൂട്ടായ്മയിലൂടെ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാം. അവിടെ 5-ാമത്തെ അധ്യായം 1-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. Galatians chapter 5 verse 1 I am going to read for you. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എന്നാൽ അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ആ ക്രിസ്തു തന്ന ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പിൻ എന്ന് വിശുദ്ധ വചനം നമ്മെ വ്യക്തമായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരു കാര്യം കർത്തൃനാമത്തിൽ പറഞ്ഞു കൊള്ളട്ടെ. ഈ ലോകത്ത് നമുക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാലും ഈ ലോകത്ത് നാം ആയിരിക്കുന്നത് ഞരങ്ങിക്കൊണ്ടാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനും ഏറ്റവും വലിയ അധികാരിക്കും തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്തതായിട്ട് പലതുണ്ട്. താൻ ഒരു നിസ്സഹായകനാണ് എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് ബോധം വരുന്ന രീതിയിലാണ് എല്ലാവരുടെയും ജീവിതയാത്ര എന്ന് പറയാതിരിക്കാൻ നിവൃത്തി ഇല്ല. ഞാനിത് പറയുന്നതിൻ്റെ കാര്യഗൗരവം ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ, ക്രിസ്തേശുവിലുള്ള ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ, ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വില കൊടുക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിഞ്ഞ് നിൽക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുവാൻ ഞങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ, സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ ചിന്തയുടെ ആധാരം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ലോകപ്രകാരം നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം അല്ല. ഈ ലോകത്തിന് അവകാശപ്പെടുവാൻ കഴിയുന്നതല്ല ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത് സ്വർഗീയമായ ദാനത്തെയാണ്. ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സ്വാതന്ത്ര്യം എന്തോ അതല്ല ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും നാമും ക്രിസ്തുവും ഒന്നായി ചേരുക എന്ന ദൈവത്തിൻ്റെ കാലസമ്പൂർണതയിലെ പദ്ധതിയാണ് ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. നാം ക്രിസ്തുവിൽ ഒന്നായി ചേർന്നിരിക്കുന്ന അനുഭവം, അതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ഈ സ്വാതന്ത്ര്യം നാം ശരിയായ വണ്ണം അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിനുള്ളവരെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആണ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെങ്കിൽ നാം ക്രിസ്തുവിനുള്ളത് ചിന്തിക്കുന്നവർ ആണ്. നാം ക്രിസ്തുവിനുള്ളത് ചിന്തിക്കുന്നവരെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മിൽ ക്രിസ്തുവിൻ്റെ ചിന്തയെ നമ്മിൽ പകർന്ന് തരുന്നത്. ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ് ഈ ഒരു സത്യത്തിൽ നിലനിന്ന് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിച്ചേ പറ്റൂ. പ്രിയമുള്ളവരെ, ഈ ഒരു സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ നാം
ആത്മഫലം പുറപ്പെടുവിക്കുന്നവർ ആയിരിക്കണം. അതായത് നമ്മിൽ ക്രിസ്തു വസിക്കുമ്പോൾ നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടും. ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുക എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് ഒഴിവാകാൻ ആരംഭിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് ഒഴിവാകാൻ ആരംഭിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ ഫലം നമ്മിൽ കുറയുവാൻ ആരംഭിക്കും. ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു, നമ്മെ സ്വാതന്ത്ര്യത്തിൽ ആക്കിയിരിക്കുന്നു. നാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നിരിക്കുന്നു. നാം ഇന്ന് വെളിച്ചത്തിൻ്റെ സന്തതിയാണ്, നാം ഇന്ന് ദൈവത്തിൻ്റെ സന്തതിയാണ്. എന്നാൽ നാം ഈ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരേ സമയം നാം ജഡത്തിൻ്റെ അനുഭവം തിരിച്ചറിയുന്നുണ്ട്, ഒരേ സമയം നാം ദൈവാത്മാവിനാൽ ദൈവികമാകുന്ന അനുഭവവും തിരിച്ചറിയുന്നുണ്ട്. നാം ഏതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, നാം എവിടേക്കാണോ ചായുന്നത്, നമ്മൾ ഏത് പക്ഷത്താണോ നിൽക്കുന്നത്, ആ പക്ഷം നമ്മിൽ ജയിക്കും. കാരണം ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യത്തിനായി നിലനിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കൊരു ഭവനം ലഭിച്ചിരിക്കുന്നു എന്ന് കരുതുക. ആ ഭവനം നമ്മുടേതാണെന്നും കരുതുക. ആ ഭവനത്തിൻ്റെ സകല അധികാരവും നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് കരുതുക. എന്നാൽ ആ ഭവനത്തെ പരിപാലിക്കാതെ, അതിനെ വൃത്തിയായി സൂക്ഷിക്കാതെ, അതിനെ ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് വരുമ്പോൾ മെയിൻ്റനൻസ് ചെയ്യാതെ, അത് ശരിയായ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ പരിപാലിക്കാതെ, അതിനടക്കേണ്ട ടാക്സ് അടയ്ക്കാതെ എല്ലാം പോയാൽ ആ ഭവനം നമ്മിൽ നിന്ന് ഒരു സമയം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ആ ഭവനം തകർന്നു പോകും. ഒരു വസ്ത്രം നമുക്ക് നൽകിയിരിക്കുകയാണ്, നാം നഗ്നരായി നടക്കുകയായിരുന്നു. നമുക്ക് ഒരു രീതിയിലും ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കുക. എന്നാൽ അരുമനാഥനായ ദൈവം തൻ്റെ വസ്ത്രത്തെ നമുക്ക് പങ്കിട്ട് തരികയാണ്. ഞാനിതൊരു ഉദാഹരണമായി പറയുകയാണ്, ഓർക്കുക. നാം ആ വസ്ത്രം ഉടുത്തുകൊണ്ട് വീണ്ടും ചെളിയിലേക്ക് പോയാൽ നാം വീണ്ടും നഗ്നരായി മാറും എന്ന സത്യം ആരും മറന്നു പോകരുതെന്ന് കർത്തൃനാമത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ദൈവം നമ്മെ വീണ്ടെടുത്തു എങ്കിൽ തന്നെയും, ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു എങ്കിൽ തന്നെയും, ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ തന്നു എങ്കിൽ തന്നെയും അതിൽ നിലനിൽക്കണമോ വേണ്ടയോ, ഈ മാർഗത്തിൽ വളരണമോ അതോ പഴയ സ്വഭാവത്തിൽ വളരണമോ എന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അടിമയായിട്ട് അല്ല. ദൈവം തരുന്ന സ്വാതന്ത്ര്യം ഒരു അടിമത്വത്തിൻ്റെ നിലവാരത്തിലുള്ള സ്വാതന്ത്ര്യം അല്ല. ദൈവം നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യമാണ് തന്നിരിക്കുന്നത്. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത തന്നെ മനുഷ്യന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവുണ്ട്. അവൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നവർ ആണ്. എന്നാൽ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായി രൂപാന്തരപ്പെടുവാൻ, നിങ്ങളും ക്രിസ്തുവും ഒന്നായി ചേരുവാൻ, നിങ്ങൾ സകല ദൈവീകമാകുന്ന കൃപയിലും ഫലങ്ങളിലും നിറഞ്ഞു വരുവാൻ, ഒന്നിനും ദൈവികമാകുന്ന വിഷയത്തിൽ ഒന്നിനും മുട്ടില്ലാത്തവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നിങ്ങൾ നശിച്ചു പോകരുതെന്നാണ്. മനസ്സിലാക്കണം, നിങ്ങൾ നശിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ നാം തിരഞ്ഞെടുക്കുന്ന അനുഭവം, നമ്മെ നയിക്കുന്ന, മുൻപോട്ട് നയിക്കുന്ന നമ്മുടെ ചിന്താധാരകൾ, അതാണ് നമ്മെ മോൾഡ് ചെയ്യുന്നത്, അതാണ് നമ്മെ പരുവപ്പെടുത്തുന്നത്. അത് എപ്രകാരമുള്ളതായിരിക്കണം, എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാൻ ദൈവം സ്വാതന്ത്ര്യത്തെ തന്നിരിക്കുകയാണ്. എന്തു വേണം എന്ന് നിങ്ങളും ഞാനും തന്നെ ഒന്ന് ചിന്തിച്ച് തീരുമാനിക്കേണ്ടതായിട്ട് ഉണ്ട്.
ജഡത്തിൻ്റെ ഫലം ആഗ്രഹിക്കുന്നവൻ ജഡത്തിൻ്റെ ഫലം അനുഭവിക്കും. ആത്മാവിൻ്റെ ഫലം ആഗ്രഹിക്കുന്നവൻ ആത്മാവിൻ്റെ ഫലം അനുഭവിക്കും. ദൈവിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും മുഖവിലേക്ക് നമുക്കെടുത്ത് കണ്ണുമടച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതല്ല. The freedom from God cannot be taken for granted. ഈ സ്വാതന്ത്ര്യം ദൈവം പകർന്നിരിക്കുന്നത് മൺപാത്രത്തിലാണ്. നാം ഒരു മൺപാത്രമാണ്, നാം പൊടിയാണ്. നാം പൊടിയിൽ നിന്നെടുത്തു പൊടിയിലേക്ക് തന്നെ തിരിച്ച് ചേരപ്പെടും. നമ്മുടെ ശരീരം കത്തിച്ച് കളഞ്ഞാലും അത് പൊടിയാകും, കുഴിച്ചിട്ടാലും പൊടിയാകും, എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വച്ചാലും ദീർഘവർഷങ്ങൾക്ക് ശേഷം അത് പൊടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അപ്രകാരമുള്ള ഈ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ബുദ്ധിയുള്ളവൻ തീരുമാനിക്കട്ടെ, ദൈവകൃപ പ്രാപിച്ച വ്യക്തി തീരുമാനിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമുണ്ട്. യേശുക്രിസ്തുവിന് മഹത്വം. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16 ഓൺവേർഡ്സ്. യേശുക്രിസ്തുവിന് മഹത്വം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചത്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഏത് ആത്മാവിനാൽ നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നുവോ ആ ആത്മാവിനെ നാം അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. അതായത് ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവാത്മാവുമായുള്ള ബന്ധത്തിൽ സെൻസിറ്റീവായിരിക്കണം. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ദൈവവുമായുള്ള ബന്ധം ഒരു രീതിയിലും മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ബന്ധം എങ്ങനെ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കാം എന്നൊന്നും ഗവേഷണം ചെയ്ത് കഷ്ടപ്പെടേണ്ട ഒരാവശ്യവും നമുക്കില്ല. കാരണം ദൈവം നമ്മിൽ വസിക്കുകയാണ്. സാക്ഷാൽ മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. നാം ക്രിസ്തുവിനുള്ളവരാണ്. നമ്മിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. നാം ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത് നാം കുറേ എന്തെങ്കിലുമൊക്കെയോ പഠിച്ചു മനസ്സിലാക്കിയിട്ടല്ല. ഒരു ശിശുവിനെ പോലെ ദൈവത്തെ സ്വീകരിച്ച്, ഒരു ശിശുവിനെ പോലെ ദൈവത്തെ നിർമ്മല മനസാക്ഷിയോടെ വിശ്വസിച്ചാണ്. അതുകൊണ്ടത്രേ വചനം പറയുന്നത്, കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മെ രക്ഷയിലേക്ക് നയിച്ചിരിക്കുന്നത് ആ പവിത്രമായ ദൈവിക വിശ്വാസം ആണ്. അതോ നമ്മുടെ കഴിവല്ല, മറിച്ച് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന വിശ്വാസമാണ് എന്ന കാര്യം ഒരു പ്രിയപ്പെട്ടവരും മറന്നു പോകരുത്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 16-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്നു ഞാൻ പറയുന്നു. നമ്മെ വിളിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും ജഡപ്രകാരമുള്ള ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന സ്വാതന്ത്ര്യം അല്ല. ഏവർക്കും അത് ഒന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, ദൈവത്തെ രുചിച്ചറിഞ്ഞവർക്ക് തന്നെ, ദൈവത്തെ അനുസരിച്ച് നടന്ന് ആ ഒരു നിലവാരത്തിലേക്ക് വന്നിട്ടുള്ളവർക്ക് തന്നെ ഈ പറയുന്നത് വ്യക്തമായി മനസ്സിലാവും. ഈ ലോകപ്രകാരം ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴും, ഈ ലോകപ്രകാരം ഒരു മാന്യതയും ഇല്ലാതിരിക്കുമ്പോഴും, ഈ ലോകപ്രകാരം ഈ ഒരു രീതിയിലും ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുകയാണ് എങ്കിൽ സ്തോത്രം.
ആ ജീവിതത്തിൽ ഉള്ളതുപോലെ സംതൃപ്തി ലോകത്ത് ഒരു ജീവിതത്തിലും ഇല്ല എന്ന് രുചിച്ചറിഞ്ഞവർക്കറിയാം. രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതറിയാവൂ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ യാതൊരു ജീവിത സാഹചര്യത്തിനും കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി വേണോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിയണമോ? നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം വേണമോ? നിങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടി എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണോ? ആ ദൈവസ്നേഹത്താൽ ഉളവാകുന്ന ആത്മാവിനാലുള്ള ആ നിയോഗം തിരിച്ചറിഞ്ഞ് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അനുഭവം നിങ്ങളിലേക്ക് വരണം. ഇതെങ്ങനെ സാധിക്കും? വ്യക്തമായി പറയാം. ഇത് സാധിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ക്രിസ്തു തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സഹായം ചോദിക്കുവാൻ, നിങ്ങൾക്ക് ആശ്രയിപ്പാൻ, നിങ്ങൾക്ക് കോൺവെർസേറ്റ് ചെയ്യുവാൻ, നിങ്ങൾക്ക് സംഭാഷിക്കുവാൻ ഒരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. നിങ്ങൾ പരിപൂർണമായും വിശ്വസിക്കണം. നിങ്ങൾക്ക് അനുസരിച്ച് നടപ്പാൻ, നിങ്ങളെ വഴിതെറ്റിക്കാത്ത, നിങ്ങളെ പരിപൂർണമായും ധൈര്യത്തോടെ ഭയമില്ലാത്ത അനുഭവത്തിൽ, തികഞ്ഞ ദൈവസ്നേഹത്തിൽ, ദൈവിക മാർഗത്തിൽ നിങ്ങളെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കാൻ അറിയാമല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ അറിയാമല്ലോ. നിങ്ങളുടെ പല പല കാര്യങ്ങൾ നടത്തിത്തരുമെന്ന് വിശ്വസിക്കാൻ അറിയാമല്ലോ. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കട്ടെ. ഈ വിശ്വാസം നിങ്ങൾക്ക് ദൈവാത്മാവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിച്ചു തരും. ഈ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കുവാൻ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിപ്പിൻ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കുവാൻ ഉണ്ടെന്ന് വിശ്വസിപ്പിൻ. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടുന്ന വ്യക്തിയാണ് എന്ന് വിശ്വസിപ്പിൻ. ഒരു കഷ്ടതയേറിയ സാഹചര്യമാണോ? ദൈവാത്മാവേ തുണ നിൽക്കണമേ എന്ന് പ്രാർത്ഥിപ്പിൻ. എന്തുകൊണ്ട്? കാരണം എനിക്ക് അങ്ങേ അനുസരിച്ച് നടക്കണം. എന്തുകൊണ്ട് ഞാൻ അങ്ങേ അനുസരിച്ച് നടക്കണം? കാരണം ഞാൻ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകാതിരിപ്പാൻ നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് വിശ്വസിപ്പിൻ. നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങൾക്ക് ദൈവത്തെ അനുസരിപ്പാൻ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികളെ അറിയുവാൻ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികളെ വെളിപ്പെടുത്തി തരുവാൻ. മനുഷ്യൻ ഉപദേശിക്കുന്നത് പോലെ അല്ല, മനുഷ്യന്റെ ചിന്ത പോലെ അല്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ ചിന്ത തന്നെ വെളിപ്പെടുത്തി തരുവാൻ, നിങ്ങളെയും എന്നെയും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ, നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്നും
വിശ്വസിപ്പിൻ, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടുന്ന വ്യക്തിയാണ് എന്ന് വിശ്വസിപ്പിൻ. അതാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ആവശ്യം. അതാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യം. നിങ്ങൾക്കും എനിക്കും എത്രത്തോളം ക്രിസ്തുവിൽ നിങ്ങളും ഞാനും എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളിലും എന്നിലും ക്രിസ്തുവിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നുണ്ട് എന്നും നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരാതെ, അതായത് സാക്ഷാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരാതെ നമുക്കൊരിക്കലും ക്രിസ്തുവുമായി ഒരു പരിപൂർണമായ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ കഴിയില്ല. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ വഴി നടത്തുന്ന മാർഗമാണ്. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ ആകർഷിക്കപ്പെടുന്ന മാർഗമാണ്. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് പരിപൂർണമായും ക്രിസ്തേശുവിലുള്ള സ്വാതന്ത്ര്യത്തെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അനുഭവിക്കുന്ന മാർഗമാണ്. ഈ സത്യത്തെ തിരിച്ചറിയുവാൻ, ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിച്ചേ പറ്റൂ. അതിനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറയുന്നത്. പല പ്രിയപ്പെട്ടവർക്കും ആത്മീയമായി വളരണം എന്ന ചിന്തയാണ്. എന്നാൽ അവർക്ക് ആത്മീകമായി വളരുവാൻ കഴിയുന്നില്ല. അവർ ആത്മീകമായി വളരുവാൻ ഉപവസിക്കുന്നു, അവർ ആത്മീകമായി വളരുവാൻ വചനം വളരെയേറെ വായിക്കുന്നു, അവർ ആത്മീകമായി വളരുവാൻ വളരെയേറെ ആരാധനകളിൽ പങ്കെടുക്കുന്നു, അവർ ആത്മീകമായി വളരുവാൻ പ്രവചനങ്ങൾ കേൾക്കാൻ പോകുന്നു, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്നറിയുവാൻ പ്രവചനം കേൾക്കുന്നു, നാളെ എന്ത് സംഭവിക്കുമെന്നറിയുവാൻ പ്രവചനം കേൾക്കുന്നു. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നാൽ താങ്കൾ സ്വാതന്ത്ര്യത്തിലാണ്. ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ആത്മീകമായി വളരും. ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തി ഒരു കാരണവശാലും തളർന്നു പോകില്ല. ആ വ്യക്തി ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതുമായ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ദൈവാത്മാവ് ആ വ്യക്തിയിലൂടെ എന്തെല്ലാം പ്രവൃത്തി ചെയ്തെടുക്കുന്നുവോ അതെല്ലാം സാധിക്കുക തന്നെ ചെയ്യും. ജഡപ്രകാരം പരാജയം സംഭവിക്കാം, ജഡപ്രകാരം നിരാശ സംഭവിക്കാം, ജഡപ്രകാരം നമുക്ക് പലതും കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ദൈവാത്മാവിനാൽ നടത്തപ്പെട്ട് ദൈവാത്മാവിനാൽ ചെയ്തെടുക്കപ്പെടുന്ന സകല ദൈവപ്രവൃത്തികളും അതിൻ്റെ തികവിലേക്ക് വരും. അതിൻ്റെ നന്മ കണ്ട് തൃപ്തിപ്പെടും, അതിൽ സന്തോഷിക്കും, അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്, പുതിയ നിയമ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ പിതാവിലും പുത്രനിലുമുള്ള കൂട്ടായ്മയാണ്. പുതിയ നിയമ കൂട്ടായ്മ എന്ന് പറയുന്നതും ദൈവാത്മാവിനാൽ ക്രിസ്തുവാകുന്ന സത്യത്തിൽ അടിയൂന്നിയ കൂട്ടായ്മയാണ്. ഈ ഒരു സത്യത്തെ തിരിച്ചറിയുവാൻ, ഈ ഒരു സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കണമോ? ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുക. സ്വാതന്ത്ര്യത്തിന് അനുസരണ ആവശ്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊരു ഓർഡറാണ്, അതൊരു ഡിസോർഡർ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ഒരു രാജ്യത്തിൻ്റെ പൗരൻ ആ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ആ രാജ്യത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യക്തി ആ രാജ്യത്തിൻ്റെ പൗരനായിട്ട് പ്രയോജനപ്പെടുന്നത്. അല്ലാഞ്ഞാൽ ആ വ്യക്തി ഒരു ആന്റി സോഷ്യൽ എലമെന്റ് ആയിരിക്കും. അവർ ഗാഡ് ഇസ് എ ഗാഡ് ഓഫ് ഓർഡർ. നമ്മുടെ ദൈവം ക്രമത്തിന്റെ ദൈവമാണ്. ക്രമം കെട്ട് നടക്കുന്ന നിലവാരത്തിലല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, കർത്താവ് നമ്മെ വഴി നടത്തുന്നത് ഒന്നും നിർബന്ധത്താലല്ല. ക്രിസ്തീയ മാർഗത്തിന്റെ ഏറ്റവും വലിയ യുണീക്നെസ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നും നിർബന്ധത്താലല്ല.
ഇവിടെ സകലതും സ്നേഹത്താലാണ്. ഇവിടെ ഒന്നും വാളിന്റെ വായ്ത്തലയാലല്ല, ഇവിടെ ഒന്നും ഭീഷണിയാലല്ല, ഇവിടെ ഒന്നും കോപത്താലുമല്ല, ഇവിടെ എല്ലാം സ്നേഹത്താലാണ്. ഇവിടെ നാം മരിക്കേണ്ട സ്ഥാനത്ത് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് സാക്ഷാൽ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നാം ന്യായവിധി ഏൽക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു നമ്മുടെ ന്യായവിധി ഏറ്റെടുത്തു. നാം പാപികളായി മുദ്ര കുത്തപ്പെടേണ്ട സ്ഥാനത്ത് ക്രിസ്തു തന്നെ പാപം ഏറ്റെടുത്ത് അതിന് യാഗമായി പരിഹാരമായി മാറി. നമ്മുടെ ദൈവം യാഗത്തിലല്ല, കരുണയിൽ അത്രേ പ്രസാദിക്കുന്നത്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ, ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിച്ചേ പറ്റൂ. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ, ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം എന്തുകൊണ്ട് ഞാൻ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, പല പല വിഷയങ്ങളെ ഓർത്ത് മനസ്സ് കലങ്ങി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് മാത്രമാണ്. നിന്നെ സ്വതന്ത്രമാക്കിയ, നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന, നിന്നെ മകനെ മകളെ എന്ന് വിളിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ മാർവോട് ചേർന്നിരുന്ന് ആ ദൈവത്തിന്റെ ചിന്തയെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കാം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പലപ്പോഴും പലതും നാം വാശി പിടിച്ച് പ്രാർത്ഥിക്കും, പലതും നാം വാശി പിടിച്ച് ആഗ്രഹിക്കും. നമ്മുടെ നിയന്ത്രണത്തിൽ കാര്യം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലതും ചെയ്തു കൂട്ടും. നമുക്കത് ശരിയെന്ന് തോന്നും. പക്ഷേ അതെല്ലാം അപമാനത്തിലും പരാജയത്തിലും ചെന്ന് അവസാനിക്കും. അവിടെ ഒന്നും ദൈവം കാണില്ല. അതപ്പോ മനസ്സിലാവില്ല, കുറേയേറെ നാള് കഴിഞ്ഞേ മനസ്സിലാവൂ. പല വിഷയങ്ങളും നമുക്ക് അന്ന് ശരിയെന്ന് തോന്നുന്നത് വളരെയേറെ നാളുകൾ കഴിയുമ്പോൾ നമുക്കൊരിക്കലും തിരുത്താൻ കഴിയാത്ത നിലവാരത്തിൽ അത് തെറ്റാണെന്ന് വളരെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ അനുഭവമൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ദൈവത്തിന് ഹിതമുള്ള ബന്ധങ്ങൾ മാത്രം സൂക്ഷിച്ചാൽ, ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ, ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ, സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ ആശ്രയിച്ചാൽ, പ്രിയപ്പെട്ടവനെ, നിന്റെ ജീവിതം ഒരിക്കലും ശാപമുള്ളതായിരിക്കില്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദുഷ്ടന് ഇടപെടാൻ കഴിയില്ല. നേരോടെ നടക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകുകയുമില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ സംഘർഷമാണ്. നമ്മുടെ മനസ്സിൽ നമുക്ക് ചിലത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ നമുക്ക് ചിലത് സംസാരിക്കണം, നമ്മുടെ മനസ്സിൽ നമുക്ക് ചിലത് കാണണം, നമ്മുടെ മനസ്സിൽ നമുക്ക് ചിലയിടത്ത് പോകണം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ഥാനത്ത് പറയും വേണ്ട 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 എന്ന്. പക്ഷേ നമ്മൾ പറയും വേണം വേണം വേണമെന്ന്. പ്രിയപ്പെട്ടവനെ, ഒന്ന് സ്വസ്ഥമായി ഇരുന്നുകൂടെ? ഒന്ന് സ്വസ്ഥമായി ഇരുന്നുകൂടെ? ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ഒന്ന് സ്വസ്ഥമായി കൂടെ? എന്തിന് ഈ സ്വസ്ഥതയില്ലാത്ത അനുഭവം? ഒന്ന് സ്വസ്ഥമാക്. ദൈവാത്മാവിനൊന്ന് ഏൽപ്പിച്ചുകൊട്. കർത്താവ് പ്രവർത്തിക്കട്ടെ. ഇത്രയും നാള് നമ്മൾ പ്രവർത്തിച്ചില്ലേ, എന്നിട്ട് എന്തായി? കർത്താവിന് പ്രവർത്തിക്കാൻ ഇടം കൊട്.
കർത്താവ് പ്രവർത്തിക്കട്ടെ. താങ്കളിലുള്ള ആ സ്വാതന്ത്ര്യം എന്തെന്ന് ഒന്ന് രുചിച്ചറിയി. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായി പറയുകയാ, സ്വസ്ഥമാകുക, സ്വസ്ഥമാകുക. ഒരു മെഴുകുതിരി ഉരുകും പോലെ ഉരുകിത്തീരുവാനല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവികമാകുന്ന സ്വസ്ഥത അനുഭവിക്കാനാ. ആ ദൈവിക സ്വസ്ഥതയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ആ ദൈവികമാകുന്ന വിശ്രമത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നിലനിൽപ്പാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ കർത്തവ്യത്തിൽ നിന്ന് നാം പിറകോട്ട് പോകരുതെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ വ്യക്തമായിട്ട് നമുക്ക് ആലോചന തരികയാണ്. ഇതേ വാക്യം തന്നെ നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഞാൻ നേരത്തെ വായിച്ച കുറിവാക്യം തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. പ്രിയമുള്ളവരെ, നാം ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം വ്യക്തമായി പറയുന്നത് നാം സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ദാസ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ അടിമത്വത്തിൻ്റെ ആത്മാവല്ല. നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അടിമത്വത്തിൻ്റെ ആത്മാവ് അല്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ് നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എന്തെന്ന് തിരിച്ചറിഞ്ഞ്, നാം പ്രാപിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് സ്നേഹിച്ച് ജീവിപ്പാൻ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ വായിച്ച വചനം ഞാൻ ഒരിക്കൽ കൂടി വായിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അതായത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അതായത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ, അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് താനും സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. കർത്താവ് നടത്തുന്ന അനുഭവത്തിലൂടെ നടക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനോടുകൂടെ ചേർന്നിരിപ്പാൻ ദൈവം ഏവരെയും, സാക്ഷാൽ പിതാവായ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറന്നു പോകരുത്, നാം സ്വാതന്ത്ര്യത്തിൻ്റെ സന്തതികളാണ്. നമ്മിലുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. എന്നാൽ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടം
നിങ്ങൾ നിവർത്തിക്കുകയില്ല. ഈ വചനങ്ങളാൽ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ.